അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 3 കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു, മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയ അപ്പം ചെയ്തോണം, പിന്നത്തേക്കൊന്നും മാറ്റിവെക്കല്ലേ. 1, നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിച്ചോണം. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പോഴും നിസ്കരിക്കണം. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചാ നടക്കില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. സുബഹിക്ക് വാങ്ക വിളിച്ചു, ആപ്പ പറഞ്ഞു അമ്മനെ പള്ളിയിൽ പോകാം. ഉമ്മച്ചി വിളിച്ചു, ഉമ്മ ഈ അരമണിക്കൂറുണ്ട് ഉമ്മ ഇക്കാമത്ത് കൊടുക്കാൻ, ഒരു 10 മിനിറ്റ് കൂടെ. അന്നാ ചുരുണ്ടൊന്ന് കടങ്ങും. 7 മണിയാവും എഴുന്നേക്കുമ്പത്തേ കഴിഞ്ഞു. നിസ്കരിക്കണമെന്ന് തോന്നി അപ്പ നിസ്കരിക്കണം. 2, വീട്ടിൽ ആരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കിയേക്കണം. അവൻ വരട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, ദുബൈ കിടക്കുന്നവൻ വരട്ടെ, ഇങ്ങനെ വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കും. കണ്ടിട്ടില്ലേ, ഒരാളും കൂടെ പൊതിയല്ലേ, ഒരാളും കൂടെ ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ ആരെങ്കിലും മരിച്ച കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് ഖബറടക്കണം. 3 വാപ്പമാര് കേട്ടോ, എന്റെ ശബ്ദം കേൾക്കുന്ന പെമ്മക്കളുള്ള ആ മക്കളുള്ള ഓരോ വാപ്പയും കേട്ടോ. 3, നിന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടിയാ കൊള്ളാമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയ കെട്ടിച്ചു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് പറയൂ, ഉസ്താദ് ഈ ഹദീസിന്റെ വാപ്പായിക്കെന്ന് പറഞ്ഞുകൂടെ? അല്ലാഹുവേ, മക്കള് പ്രായമായി, കെട്ടിച്ചു വിടൂല. 18 കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല, 10, 22, 23 ഒക്കെ ആയി, 25 ആയി. അല്ലാഹുവേ, നാട്ടുകാർ വന്നിട്ട് പറയണു, പാപ്പാ മോൻ ബസ് സ്റ്റോപ്പിലും സ്കൂളിന്റെ മുന്നിലൊക്കെ നിൽക്കുന്ന കണ്ടു തുടങ്ങി. അവന് പക്വത എത്തിയില്ല. വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ പിടിച്ച് തെങ്ങി കെട്ടിയിടുമ്പോ വാപ്പയ്ക്ക് മനസ്സിലായി മോന് പക്വത എത്തിയില്ല. അല്ലാഹുവേ, പടച്ചവനെ, പെൺകുട്ടികൾ പ്രായപൂർത്തിയായി, വയസ്സ് കുറയായി, എംഎക്ക് പഠിക്കട്ടെ, ഡിഗ്രിക്ക് പഠിക്കട്ടെ, 3 വർഷം കഴിയട്ടെ, 5 വർഷം കഴിയട്ടെ. ഈ പറയണ ഉമ്മ 16ാമത്തെ വയസ്സിൽ കെട്ടി ഒന്ന് പ്രസവിച്ച ഉമ്മയാ. ഇതാ പറയണത്, മക്കൾക്ക് പ്രായമായി തുടങ്ങി, അവർക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങി, സ്വഭാവങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങി. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ചോറല്ലേ തിന്നണത്, ഓക്ക് ആഗ്രഹം തോന്നി തുടങ്ങി, കെട്ടിച്ച് വിട്ടേക്കണം, ഇല്ലെങ്കിൽ നിനക്ക് കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അല്ലാഹുവേ പടച്ചവനെ, ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. ഒളിച്ചോട്ടം വല്ലാതെ വർദ്ധിക്കുന്നത് ഉമ്മയല്ലേ ആദ്യം ഓടിക്കാണിക്കുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് ഇരുന്ന കാലം മാറിയിട്ട് ഇന്ന് 3ഉം 4ഉം പെറ്റ തള്ളമാര് പോലും ഓടുന്ന കാലവാ. എന്തേ എന്റെ പ്രിയമുള്ളവര്, എന്തേ ഇതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവേ പടച്ചവനെ, മാതാപിതാക്കളെ ചതിക്കുന്ന മക്കള് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഉപ്പമാരോട്, പെമ്മക്കളുള്ള വാപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാ. സ്വന്തം മകളോട് സ്നേഹത്തോട് ചോദിക്കണം, രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? മക്കളോട് ചോദിക്കേണ്ട കാലവാ. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടാണോ നിക്കണേന്ന്. കാരണം കാഞ്ഞ ബുദ്ധിയാ നമ്മുടെ പെമ്മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഈ